ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജുവകയിലെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനി ആവശ്യമാണ്. നമ്മുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെമഡീസ് അല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ റാഷസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടി വന്നേക്കുവാണ്. അതായത് കുഞ്ഞുങ്ങളിപ്പം ഹെസ ബേബി ഉണ്ടായിട്ട് 1 ഇയർ ആൻഡ് 1 മന്ത് ആയിട്ടുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ കുഞ്ഞിൻ്റെ ഡയപ്പർ റാഷസ് കൺട്രോൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞാകുമ്പോൾ ന്യൂ ബോൺ ബേബീസ് ആകുമ്പം അതുങ്ങളുടെ യൂറിൻ ആൻഡ് മോഷൻ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ നമ്മൾ മിനിമം ഒരു 1 അവറിൽ ഇൻ്റർമിറ്റൻ്റായിട്ട് നമ്മളുടെ ഡയപ്പർ ചെക്ക് ചെയ്യുക. മോഷൻ ആൻഡ് യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓർക്കുക. അല്ലെങ്കിൽ 2nd അവറിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ഡയപ്പർ മാറ്റുക തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡയപ്പർ റാഷസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡയപ്പർ ക്ലീൻ ചെയ്തതിന് ശേഷം ഡയപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പം ഒരു ബിലോ 6 മന്ത് ആകുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും എപ്പോഴും നമുക്ക് പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ലൂക്കോം വാട്ടറിലാണെങ്കിലും കഴുകാൻ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒന്നെങ്കിൽ 2 മെത്തേഡുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ചെറിയ ലൂക്കോം വാട്ടർ എടുത്തിട്ട് കോട്ടൺ തുണിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്ത് കൊടുക്കുക. സോഫ്റ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആകുന്ന നമ്മളുടെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള നല്ല വൈപ്സുകൾ അവൈലബിൾ ആണ്. ബേബീസ് വൈപ്സ് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഏകദേശം വൈപ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചത് ഈ ടൈപ്സുള്ള വൈപ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വൈപ്സ് ആയിരിക്കും ബെറ്റർ. കുഞ്ഞുങ്ങൾക്ക് സ്കിന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാകുമ്പോൾ അതായിരിക്കും യൂസ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ ജെനൈറ്റൽ ഏരിയ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യാതെ അത് കളഞ്ഞതിന് ശേഷം അടുത്ത ക്ലോത്ത് ഉപയോഗിച്ച് റെക്ടൽ ഏരിയ ക്ലീൻ ചെയ്യുക. കാരണം ആ ഒരു മെത്തേഡ് നമ്മൾ മൈൻഡിൽ വെക്കുക. കാരണം നമ്മൾ കുഞ്ഞുങ്ങളുടെ റെക്ടൽ ഏരിയയിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്ടൽ മോഷൻസ് ഒക്കെ പാസ് ചെയ്തിട്ട് അടിയിലിരിക്കുന്ന സംഭവം മേലോട്ട് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ യൂറിനറി ഏരിയയിൽ, അതായത് യൂറിൻ പാസ് ചെയ്യുന്ന റീജിയനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പം മേളിൽ നിന്ന് താഴോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് മറ്റൊരു കാര്യം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ചെയ്യുക. 1-2 മിനിറ്റ് ഓപ്പൺ ആക്കി ഇടുക. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടൊന്ന് ജസ്റ്റ് ഉണങ്ങി കിട്ടിയതിന് ശേഷം ആ ഏരിയ, ഡയപ്പർ ഇടുന്ന ഏരിയ നന്നായിട്ട് ഉണങ്ങി എന്ന് കൺഫേം ആയതിന് ശേഷം മാത്രം നമ്മൾ ഡയപ്പർ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുക. പിന്നെ നമുക്കിപ്പം കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോഴും തുണി കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പം റെഡ്നെസ് കാണാം. കാരണം റാഷസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഓർക്കും റാഷസ് ആയിട്ടല്ലേ, റെഡ്നെസ് മാത്രമേ വന്നിട്ടുള്ളല്ലോ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു റെഡ്നെസ് വന്നാൽ പോലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാ ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം. സൂഡോ ക്രീം എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്. അതെല്ലായിടത്തും അവൈലബിൾ ആണ്. സൂഡോ ക്രീം ഇത് ആൻറ്റിസെപ്റ്റിക് ക്രീമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ റാഷസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണിത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഹെസമ്മോൾക്ക്. ഞാൻ വിശ്വസിക്കുന്നത് യൂസ് ചെയ്തതിന് ശേഷം കുഞ്ഞിന് ഇന്ന് വരെ ഡയപ്പർ റാഷസ് വന്നിട്ടില്ല. ഇവൾക്ക് എന്തെങ്കിലും റെഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്യും. ഇത് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ക്രീമാണ്. ഇത് കുറച്ച് എമൗണ്ട് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ടോ, കുറച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എവിടെയാണോ റെഡ്നെസ് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ
കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. പക്ഷേ ജസ്റ്റ് ലൈറ്റായിട്ട് കുറേ ഹാർഡായിട്ട് പ്രസ് ചെയ്ത കുഞ്ഞുങ്ങളുടെ ശരീരം വളരെ സെൻസിറ്റീവ് സ്കിന്നാണ്. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഡയപ്പർ റാഷസ്. ഇത് നല്ലൊരു ക്രീമാണ് എല്ലാവർക്കും. കാരണം ഇത് ഞാൻ 100% ഷുവർ പറയുന്നു, നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് കടയിൽ നിന്ന്, ഫാർമസിയിൽ നിന്ന്, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ പോലും ഇപ്പോൾ അവൈലബിൾ ആണ് സുഡോ ക്രീം നമുക്ക് മേടിച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഏതൊരു ക്രീം യൂസ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ എല്ലാ ക്രീമും എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും അനദർ റിയാക്ഷൻസ് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നമുക്ക് വളരെ 100% ഞാൻ ഷുവർ ആയിരുന്നു നമുക്ക് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഹെസമോൾക്ക് 1 ഇയർ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പം നമ്മൾ 1 ഇയർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന 1 അവർ 2 അവറൊക്കെ കഴിഞ്ഞ് 2 അവർ സഡൻലി 2 അവർ കഴിഞ്ഞതിന് ശേഷമൊന്നും ചിലപ്പോൾ മാറാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലോങ് യാത്ര ചെയ്ത് 1-3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഡയപ്പർ ഫുള്ളായിട്ടിരിക്കുന്നിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു റെഡ്നെസ് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നോർമലായിട്ട് വരും. കാരണം അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ക്രീമാണ്. നിങ്ങളും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.